ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റിയ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അധികം ചേരുവകളൊന്നും വേണ്ട, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്നൊരു ചായക്കടി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 50-50 ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റിലുള്ള ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തത്. ഇപ്പോൾ ഉപ്പ് അധികം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കേണ്ട, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ചൂടുവെള്ളമൊന്നും അല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിൽ ഒട്ടുന്ന പരുവമാണ്. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലോട്ട് 1/4 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. സൺഫ്ലവർ ഓയിലോ വല്ലതും ചേർത്താൽ മതി. 1/4 ടീസ്പൂണിനേക്കാളും കൂടുതൽ ചേർക്കണ്ട. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴക്കണം. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഈ കയ്യിലൊട്ടുന്നതൊക്കെ മാറിയും വരും. ഇപ്പോൾ 5 മിനിറ്റ് കുഴച്ചിട്ടും ഈ കയ്യിലൊട്ടുന്നത് മാറിയിട്ടില്ലെങ്കിൽ ഒരു ടീസ്പൂണോ വല്ലതും മാവ് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി പോയിട്ടായിരിക്കും നല്ല സ്മൂത്തായിട്ട് വരാത്തത്. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇതുപോലെ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി പലവയിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി പലവയിൽ മാവോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. അധികം കട്ടിയിൽ പരത്തിയെടുക്കരുത്. 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് പലകയിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് മാത്രം മുറിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് നമുക്ക് മുറിച്ചതിന് ശേഷം ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഈ പലകയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഞാനിപ്പോൾ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ആണെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ സ്ക്വയർ രൂപത്തിൽ മുറിച്ചു കൊടുക്കാം. 50-50യുടെ മുകളിൽ ഹോൾ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് ഇളക്കി മാറ്റി വയ്ക്കാം. ബാക്കിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം എണ്ണയുടെ ആവശ്യമൊന്നും വേണ്ട. തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ബിസ്ക്കറ്റ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായിട്ട് വരണം. അധികം ചൂടായി വരണ്ട, ഒരു മീഡിയം ഹീറ്റായി വന്നാൽ മതി. എണ്ണ ചൂടായിട്ട് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. തീ ഒരിക്കലും കൂട്ടരുത്. സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. എന്നാലേ ആകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ പുറമേ മാത്രമേ വെന്ത് വരുള്ളൂ. നമ്മൾ സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കും ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. താഴ്ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. താഴെയും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയും വറുത്തെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാവൂ. എന്നാലേ നല്ല കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ലെങ്കിലും ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അധികം ചേരുവകളും ഇല്ല. കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.